അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്, അതായത് 1972 അധ്യാപക സമരം നടക്കുകയാണ് കേരളം മുഴുവൻ. അന്ന് സഖാവ് സി അച്യുതമേനോനാണ് മുഖ്യമന്ത്രി, ശ്രീ കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അധ്യാപകരും അവരെ സഹായിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളുടെയും ഒരു സംഘടിതമായ സമരം നടന്നു. എൻ്റെ നാട്ടിലെ സ്കൂളിൽ, പുത്തഞ്ചേരിയിലെ സ്കൂളിൽ ഞാനാണ് സമരത്തിൻ്റെ നേതാവ്. അങ്ങനെ ഇരിക്കെ അന്ന് CRP ഒക്കെ വരുന്ന കാലമാണ്. CRP എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്താണ്, നമുക്കൊരു തിരുവാടില്ലായിരുന്നു കുറിച്ചിട്ട്. പോലീസ് നമ്മളെ തൂക്കി ജയിലിലേക്ക് ജീപ്പിലിടുന്നു, അത്തോളി സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷനൊക്കെ ഞാൻ അന്നാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് ലോക്കപ്പ് എന്താണ്, അവിടെ ഇടി എങ്ങനെയാണ്, നമുക്ക് കുട്ടിയൊക്കെ നോക്കിയാൽ കാണാം. ഞങ്ങളെ ബെഞ്ചിലിരുത്തിയാണ്, ലോക്കപ്പിലിരുന്നൊരു കള്ളനെ പോലീസുകാരനെ ഇടിക്കുകയാണ്. എങ്ങനെയെല്ലാം മർദ്ദിക്കാം എന്ന്, ഒരു മനുഷ്യനെ മർദ്ദിക്കാമെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവ് കണ്ട ഞാൻ എന്നാണ്. ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. SI വന്ന് ചോദിച്ചു, അല്ല വിശക്കുന്നുണ്ടോ സമരക്കാരെ എന്ന് ചോദിച്ചു. അവരുണ്ട്, ഞാനാണ് നേതാവ്, എന്നാൽ ചോറ് വാങ്ങിച്ചു തരാം. ഒരു പാവപ്പെട്ട പോലീസുകാരനായിരുന്നു. ചോറ് വാങ്ങിച്ചു തന്നു. അയാൾക്കറിയാം നമ്മൾ വിപ്ലവത്തിൻ്റെ കുറിച്ച് ബോധ്യം ഉണ്ടായിട്ടൊന്നും ചെന്നതല്ല എന്ന്. പക്ഷേ വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്ക് 4-5,000 പേര് വരുന്നൊരു നാട്ടുകാർ ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. കുട്ടികളെ ഒന്നുകിൽ പുറത്തു വിടണം, അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കത്തിക്കും. എന്തായാലും പോലീസുകാർ ഞങ്ങളെ വിട്ടു. 14 പേരെ പോലീസ് ജീപ്പിൽ തന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് സ്കൂളിൽ കൊണ്ടുവിട്ടു. അവിടെ ഒരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരാൾക്കൂട്ടം എൻ്റെ മുമ്പിൽ ഓടുന്നു. 150 പേരടങ്ങിയ ഒരാൾക്കൂട്ടം. അപ്പോൾ എന്താ ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അവരൊരു ചെറിയൊരു അപകടമുണ്ടായിരുന്നു. ഈ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീടിൻ്റെ തൊട്ടയൽ വീട്ടിൽ ഒരച്ഛനും അമ്മയും നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്. പാടം കൊയ്യാനുണ്ട്, നാളികേരം ഉണ്ട്, അന്തസ്സായി ജീവിക്കുന്നവരാണ്. അവിടെ ഒരു മുത്തശ്ശി, ഒരു മുത്തശ്ശനും ഉണ്ട്. അവർക്ക് ഒറ്റ മകളേ ഉള്ളൂ. അവർക്കൊരു കുഞ്ഞുണ്ടായി, ഒരു 1-1.5 വയസ്സായുള്ള കുഞ്ഞിന്. ആ കുഞ്ഞിനെ നമ്മുടെ ഒരു പാള എന്ന് പറയും, കഴുങ്ങിൻ്റെ കൂമ്പാള എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതിനകത്ത് എടുത്തു വെച്ചിട്ട് ഈ മുത്തശ്ശി വെട്ടിത്തറച്ച് 1000 കഷ്ണാക്കി വെച്ചിരിക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷനിലെ പരിഭ്രമവും ടെൻഷനുമായിട്ട് വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഞാൻ കാണുന്നത്, അടുത്ത വീട്ടിലേക്ക് ആൾ പോകുന്നതും, ആരും അടുക്കാൻ മടിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നല്ല ആരോഗ്യവതിയായൊരു മുത്തശ്ശി ഒരു മടവാളം പിടിച്ച് നിൽക്കുകയാണ്. ഈ ചെറിയ കുഞ്ഞിനെ നമ്മൾ കടയിൽ നിന്ന് മട്ടനൊക്കെ മേടിക്കുന്നവരിങ്ങനെ അറുത്ത് വെച്ചിരിക്കുന്നു. അവരുടനെ പോലീസ് വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്ന അതേ പോലീസ് ജീപ്പ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഉന്മാദമാണ്, ഭ്രാന്താണ് അവർക്ക് എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും കോഴിക്കോട്ടെ കുതിരവട്ടം ആസ്പത്രിയിൽ അവരെ അഡ്മിറ്റ് ചെയ്യുകയും 3-ാം ദിവസം ഒരു ഷോക്കിന് ശേഷം എവിടെയോ ഇത്തിരി ബോധം വന്നപ്പോൾ അവർ ഫാനിൽ കെട്ടി തൂങ്ങി മരിക്കുകയും ചെയ്തു. അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് നിർഭാഗ്യവശാൽ എൻ്റെ സ്കൂളിൻ്റെ മുന്നിലൂടെയാണ്. അന്ന് ഞങ്ങളായിരുന്നു അതിനെ അനുധാവനം ചെയ്തത്. യാതൊരു ബന്ധവും ഞാൻ അടുത്ത പാടാൻ പോകുന്ന പാട്ടുമായിട്ട് ബന്ധമില്ലെങ്കിലും ഇന്നും ആ പാട്ട് കേട്ടാൽ എനിക്ക് പേടിയാണ്, വിറച്ചു പോകും. വയലാർ എന്നെ അപകടപ്പെടുത്തിയൊരു പാട്ടാണത്. പത്മതീർത്ഥമേയുണരോ മാനസ പത്മതീർത്ഥമേയുണരോ, അഗ്നിരഥത്തിൽ
ഗഗനത്തിലുദിക്കുമുഷസിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുക്കോ, ഗായത്രികൾ പാടൂ. യാതൊരു ബന്ധവുമില്ല മരണമായിട്ട്. ഗായത്രിയാണ്. ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണ് ഗായത്രി, പാടുന്നവനെ രക്ഷിക്കുന്നത്. പക്ഷെ എനിക്കതൊരു മരണവുമായിട്ടാണ് ബന്ധം. ഇന്നും ആ പാട്ട് എൻ്റെ വീട്ടിൽ ഞാൻ വയ്ക്കാറില്ല. എന്നുവെച്ചാൽ അപ്പോൾ എനിക്കൊരു മരണവും, ഒരു 1.5 വയസ്സുള്ള കുട്ടിയെ വെട്ടി നുറുക്കി വെച്ച ഭീകരമായ ഒരു ഓർമ്മയുമാണ്. വയലാറിനോട് എനിക്കിപ്പോഴും പരിഭവം തോന്നുന്നൊരു പാട്ടാണ്.